ജനനനിരക്ക് ഉയർത്താനുള്ള തത്രപ്പാടിലാണ് റഷ്യ. ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശുപരിപാലനത്തിനും 1,00,000-ലധികം രൂപ പ്രതിഫലം നൽകുമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ. റഷ്യയിലെ 10 പ്രവിശ്യകളിൽ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. ജനസംഖ്യാ വർധനയ്ക്കായി എന്തു വഴിയും സ്വീകരിക്കാനൊരുങ്ങുമെന്ന് പുടിൻ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് മുതിർന്ന സ്ത്രീകൾക്കായി മാത്രം പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിനികളിലേക്കും എത്തുമ്പോൾ വിമർശനം ഉയരുന്നുണ്ട്. കൗമാരക്കാരുടെ ഗർഭധാരണം, കുട്ടികളിലുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന വിദ്യാർത്ഥിനികൾക്ക് 1,00,000 റൂബിൾ നൽകുന്നതാണ് പദ്ധതി. പ്രസവത്തിൽ കുഞ്ഞു മരിച്ചുപോയാൽ ആനുകൂല്യം ലഭിക്കുകയില്ല. വയസ്സ് 25-ൽ താഴെയായിരിക്കണം. ഒരു പ്രാദേശിക സർവകലാശാലയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥിയും കരേലിയയിലെ താമസക്കാരിയുമായിരിക്കണം എന്നൊക്കെയാണ് പദ്ധതിയിലെ നിബന്ധനകൾ. 2023 കണക്കനുസരിച്ച് റഷ്യയിലെ സ്ത്രീകളുടെ പ്രത്യുൽപാദന നിരക്ക് 1.41 നിലവിലെ ജനസംഖ്യ പിടിച്ചു നിർത്തണമെങ്കിൽ അത് 2.05 ആവണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ 2.5 ലക്ഷത്തിലധികം പട്ടാളക്കാർ മരിച്ചെന്നാണ് കണക്ക്. നിരവധി പേർ രാജ്യം വിട്ടു പോവുകയും ചെയ്തു. രാജ്യം ജനസംഖ്യ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം റഷ്യ എടുത്തിരിക്കുന്നത്.